നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. ഇന്ത്യ കാത്തിരുന്ന പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും രണ്ട് കാര്യത്തിൽ നമുക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. ആരാകും ഇന്ത്യയുടെ T20 പുതിയ നായകൻ എന്നുള്ളത്. ഒപ്പം രണ്ടാമത്തെ കാര്യം IPL വണ്ടർ ബോയ് ഇന്ത്യൻ ടീമിലെ വണ്ടർ ബോയ് ആകുമോ എന്നുള്ളതായിരുന്നു. ആ പ്രഖ്യാപനവും പ്രധാന പ്രഖ്യാപനവും ഇപ്പോൾ സെലക്ടർമാർ നടത്തിയിട്ടുണ്ട്. കാരണം വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ ഇന്ത്യയുടെ T20 ടീമിൽ അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നു. ഇന്ത്യക്കായി അരങ്ങേറാൻ പോകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അദ്ദേഹത്തിന് മാറാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തകർക്കപ്പെടാൻ പോകുന്നത് സച്ചിൻ്റെ പുരുഷ താരമെന്ന നിലയിൽ സച്ചിൻ്റെയും, അതല്ല ഇന്ത്യക്കായി ഇറങ്ങിയിട്ടുള്ള താരമെന്ന് കണക്കെടുക്കുകയാണെങ്കിൽ അത് ഷഫാലി വർമ്മയുടെയും റെക്കോർഡാണ് തകർക്കപ്പെടാൻ പോകുന്നത്. അദ്ദേഹം ടീമിലേക്ക് അന്തിമ ലെവലിലേക്ക് എത്തേണ്ടതുണ്ട്. ടീം ഘടന എന്തായിരിക്കും, ക്യാപ്റ്റൻസിയുടെ റോൾ എന്തായിരിക്കും എന്നൊക്കെയാണ് നമുക്ക് ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്കൊപ്പം MSK ഉണ്ട്, ഒപ്പം ജയേഷ് പൂക്കോട്ടും ചേരുന്നു. ആദ്യം MSKയിലേക്ക് തന്നെ പോകാം അല്ലേ? MSK പ്രതീക്ഷിച്ച ഒരു കാര്യം തന്നെയായിരുന്നു വൈഭവിൻ്റെ കാര്യത്തിൽ. പ്രത്യേകിച്ച് നമുക്ക് ക്യാപ്റ്റൻ്റെ കാര്യത്തിൽ ആ ഒരു തർക്കത്തിന് സാധ്യതയില്ല. സഞ്ജു സാംസൺ ശരിയാണ്, ഒരു ഫാക്ടറോട് നിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് കണക്കെടുക്കുമ്പോൾ ശ്രേയസിന് തന്നെ വ്യക്തമായിട്ടുള്ള മുൻതൂക്കം ക്യാപ്റ്റൻസിയിലുണ്ടായിരുന്നു. പക്ഷേ വൈഭവിൻ്റെ കാര്യം അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അരങ്ങേറാൻ പോവുകയാണ്. വൈഭവിൻ്റെ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം വൈഭവ് സൂര്യവംശി നമുക്ക് അറിയാം, ഈ ഒരു യങ് ഏജിൽ പലപ്പോഴും ഏജിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടാണ് വൈഭവിനെ 15 വയസ്സെങ്കിലും ആവണം എന്നുള്ള പുതിയൊരു റൂൾ വന്നെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൻ്റെ പുറത്താണ് അദ്ദേഹത്തെ ഇത്രകാലവും മാറ്റി നിർത്തിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യയിലെ IPL മാത്രമല്ല ആഭ്യന്തര ക്രിക്കറ്റിലും മറ്റ് പല മത്സരങ്ങളും മികച്ച മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് 15 വയസ്സ് തികഞ്ഞു, ഇന്ത്യൻ ടീമിലേക്ക് എത്തി. അതിൽ യാതൊരു അത്ഭുതം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ടീമിൽ എത്തും എന്നുള്ളതിൽ. വൈഭവിൻ്റെ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും ഈ ടീം നോക്കുമ്പോൾ ഞാൻ അത്രത്തോളം തൃപ്തനല്ല. ഒരുപാട് നിരാശകൾ ഈ ടീം സമ്മാനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എത്ര പറയുകയാണെങ്കിലും ഒരു ലോകകപ്പ് വിന്നിംഗ് ക്യാപ്റ്റനാണ് സൂര്യകുമാർ യാദവ്. അദ്ദേഹം ഫോമൗട്ടാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഒന്ന് ആലോചിച്ച് നോക്കുക, 52 മത്സരങ്ങളിൽ ഇന്ത്യയെ നയിച്ചിട്ട് 42 മത്സരങ്ങളിലും വിജയിച്ചൊരു ക്യാപ്റ്റനാണ്. ഒരു ക്യാപ്റ്റൻ 2 പ്ലേയേഴ്സിൻ്റെ ഗുണം ചെയ്യുന്നു എന്ന് മുമ്പ് ഹർഷ ഭോഗ്ലെ അടക്കമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ത്യക്ക് ലോകകപ്പ് സമ്മാനിച്ചൊരു ക്യാപ്റ്റൻ, അതിനു മുമ്പ് ഇന്ത്യക്ക് ഏഷ്യ കപ്പ് സമ്മാനിച്ചൊരു ക്യാപ്റ്റൻ, പല മത്സരങ്ങളിലും ഇന്ത്യക്ക് മുന്നിൽ നിന്ന് നയിച്ചൊരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ബാറ്റിങ്ങിൽ അദ്ദേഹം പരാജയമായിരിക്കാം, സമ്മതിക്കുന്നു. IPL-ലും അദ്ദേഹത്തിന് വേണ്ടത്ര സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു ക്യാപ്റ്റനെ ഈ രീതിയിലാണോ, ഒരു വിന്നിങ് ക്യാപ്റ്റനെ, ലോകകപ്പ് ജയിച്ചിട്ട് ഇപ്പോൾ 2-3 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്യാപ്റ്റനെ പുറന്തള്ളുക എന്നുള്ളത് ഇന്ത്യൻ ടീം അദ്ദേഹത്തോട് കാണിക്കുന്ന ഒരു നെറുകേടും നീതികേടുമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ഇതിനു മുമ്പ് ഇതേപോലെ ഒരു വേൾഡ് കപ്പ് വിന്നിംഗ് ക്യാപ്റ്റന്മാരായതിൽ നിന്നും പുറന്തള്ളപ്പെട്ടത് 2 പേരാണ്. ഒന്ന് ഇമ്രാൻഖാനാണ്, മറ്റൊന്ന് മൈക്കൽ ക്ലാർക്കാണ്. മൈക്കൽ ക്ലാർക്ക് 2015 വേൾഡ് കപ്പ് നേടി അവസാനം ആ മത്സരത്തിന് ശേഷം അദ്ദേഹം റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെ അടുത്ത ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത്. ഇമ്രാൻഖാൻ അങ്ങനെ ഒരു പ്രധാന ഏറ്റവും റീസെന്റ് രോഹിത് ശർമ്മ ചാമ്പ്യൻസ് ട്രോഫി അടിച്ച് അടുത്ത സീരീസിൽ രോഹിത് ശർമ്മ ഇല്ല. തീർച്ചയായിട്ടും അതും ലോകകപ്പ് നേടിത്തരുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു ക്യാപ്റ്റൻ ഒരു ടീമിനെ നയിക്കുക എന്നുള്ള പറയുമ്പോൾ രണ്ടാമത്തെ ഒരു വിഷയം, അത് കൃത്യമായിട്ടൊരു പ്ലാൻ അഗാർക്കർ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇത് 2 ഇയർ സർക്കിളിന് മുന്നിൽ കണ്ടിട്ടുള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ കാര്യമാണ്. അതായത് അടുത്ത ലോകകപ്പിലേക്ക് പ്രിപ്പറേഷൻ അദ്ദേഹത്തോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്കറിയില്ല, അതിന്റെ വസ്തുത അറിയില്ല. പക്ഷേ അത് കൃത്യമായിട്ട് സൂര്യകുമാർ യാദവിനോട് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് അഗ്രി ചെയ്യേണ്ടി തന്നെ വരും എന്നുള്ളതാണ്. കാരണം ഒരു കളിക്കാരൻ എന്ന നിലയിലും ക്യാപ്റ്റൻ എന്ന നിലയിലും സൂര്യകുമാർ യാദവ് നേടാനുള്ളത് നേടിക്കഴിഞ്ഞു, അദ്ദേഹം നേടാനുള്ളത് തന്നും കഴിഞ്ഞു. പക്ഷേ ഒരു കളിക്കാരൻ, ക്യാപ്റ്റൻ 2 കളിക്കാരുടെ ഗുണം ചെയ്യുന്നത് പറയുന്നത് അദ്ദേഹം ഒന്നെങ്കിൽ ബാറ്റ് കൊണ്ടോ പന്ത് കൊണ്ടോ തിളങ്ങുക എന്നുള്ളതാണ് കൂടിയാണല്ലോ. വെറും തന്ത്രങ്ങൾ കൊണ്ട് മാത്രം കളി ജയിക്കാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വൈസ് അദ്ദേഹം കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് അദ്ദേഹം താഴെയാണ്. ഏറ്റവും ഒടുവിൽ IPL-ൽ പോലും അദ്ദേഹത്തിന് 20 ശരാശരി മാത്രമേ ഉള്ളൂ. പെർഫോമൻസ് നോക്കുമ്പോൾ നിങ്ങൾ ആ ടീമിൻ്റെ ഘടനയിലേക്ക് കൂടി നോക്കണം. കാരണം സൂര്യകുമാർ ഫോമായിരുന്ന ഒരു സമയത്ത്, ക്യാപ്റ്റൻ ആവുന്നതിന് മുമ്പ് അദ്ദേഹം നമ്പർ 3 പൊസിഷനിലായിരുന്നു ബാറ്റ് ചെയ്തിരുന്നത്. ആ സമയത്ത് അദ്ദേഹം വളരെ ഫ്രീ ആയിട്ട് ബാറ്റ് ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് T20 ക്രിക്കറ്റിലെ ഒരുപക്ഷെ AB de Villiers-നേക്കാൾ മുകളിൽ നിൽക്കുന്ന താരമാണ് സൂര്യകുമാർ യാദവ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ABD-യേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ബാറ്റിംഗ് പ്രകടനമാണ് T20 ക്രിക്കറ്റിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വളരെ പെട്ടെന്ന് തന്നെ 1000 റൺസ് തേക്കുന്നു, 2000 റൺസ് തേക്കുന്നു. ഒരു ഘട്ടത്തിൽ സൂര്യകുമാർ യാദവ് എന്ന പേര് തന്നെയായിരുന്നു വേൾഡ് നമ്പർ 1 T20 ബാറ്റർ എന്ന രീതിയിൽ 1.5 വർഷം അദ്ദേഹം മുന്നിൽ നിന്ന് കൊണ്ടുപോയൊരു റാങ്കിങ് ആയിരുന്നു അത്. പക്ഷേ അദ്ദേഹം ക്യാപ്റ്റനായി മാറിയപ്പോൾ അദ്ദേഹം ടീമിന് വേണ്ടി ബലികഴിച്ച ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ നമ്പർ 3 പൊസിഷൻ അദ്ദേഹം ബലികഴിക്കുന്നു. അതുമാത്രമല്ല ആ പൊസിഷനിൽ മറ്റു താരങ്ങൾ മാത്രമല്ല, ചില മത്സരങ്ങൾ അദ്ദേഹം നമ്പർ 5 ആയിട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ടീം ജയിക്കുക എന്ന ഒറ്റ മോട്ടോ ആയിരുന്നു അദ്ദേഹം മുന്നിൽ വെച്ചിരുന്നത്. അത്രയും താരസമ്പുഷ്ടമായ ഹാർദിക് പാണ്ഡ്യയിൽ നിന്നാണ് അദ്ദേഹം ക്യാപ്റ്റൻസി ഏറ്റെടുത്തത്. ഇടയ്ക്ക് രോഹിത് ശർമ്മയെ ഇതേപോലെ തന്നെ നിഷ്കരണം തള്ളിയൊരു സമയമുണ്ടായിരുന്നു 2024 വേൾഡ് കപ്പിന് ശേഷം. അതിനുശേഷം ഹാർദിക് ക്യാപ്റ്റനാകും എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് ഗൗതം ഗംഭീർ ഇദ്ദേഹത്തിന് നറുക്കു വീണതും അദ്ദേഹം ക്യാപ്റ്റനാവുന്നതും. അപ്പം അത്രയും ബുംറയുണ്ട്, ഹാർദിക് പാണ്ഡ്യയുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സൂപ്പർ സ്റ്റാർസ് അണിനിരക്കുന്ന ഒരു ടീമിനെ മുന്നിൽ നിന്ന് കൊണ്ടുപോവുക, എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ
അത് ഒരു ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സീരീസ് പോലും അദ്ദേഹം ക്യാപ്റ്റനായതിനു ശേഷം തോറ്റിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു ക്യാപ്റ്റനെ പിന്നെ അദ്ദേഹത്തിന് 1-2 സീരീസുകൾ കൂടി നൽകി അദ്ദേഹത്തിന് മാന്യമായൊരു വിടവാങ്ങൽ മത്സരം കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തെ മാന്യമായി പരിഗണിക്കാമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു എൻഡായിരിക്കും, എൻഡ് ഓഫ് എൻ എറ എന്ന് തന്നെ പറയാം. T20 ക്രിക്കറ്റിൽ സൂര്യകുമാർ യാദവ് വിരമിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ഇനി ചാൻസ് കിട്ടുകയാണെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ അപ്പം MSK പറഞ്ഞതിലെ ഒറ്റ സാധനം, അതായത് മാന്യമായ വിരമിക്കൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ ലെജൻസിനൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ ആർക്കാണ് മാന്യമായ വിരമിക്കൽ കിട്ടിയിട്ടുള്ളത്? സച്ചിന് മാത്രം. കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ദ്രാവിഡ് ഇംഗ്ലണ്ട് സീരീസിന്റെ ഇടയിൽ പ്രഖ്യാപിക്കുന്നു, അതും ആ സീരീസിലെ ടോപ്പ് സ്കോറർ ദ്രാവിഡും കൂടിയായിരുന്നു കേട്ടോ. ഞാൻ വിരമിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ദ്രാവിഡ് അങ്ങ് പോയി. വേറെ ആർക്കും വിരമിക്കൽ കിട്ടിയിട്ടുള്ളത്? സച്ചിന് പോലും നമ്മൾ പറയുന്ന ഒരു കാര്യം കറക്റ്റാണ്. സച്ചിന് പോലും ആ വിരമിക്കൽ മത്സരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷമാണ് നിങ്ങളെ മാറ്റേണ്ടി വരും. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളതൊരു ചർച്ച വിഷയമാണ്. കാരണം പ്ലെയേഴ്സ് ഉള്ള ഒരു ടീമിൽ ഇപ്പോൾ സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് ഫോമിലേക്ക് നോക്കുമ്പോൾ അഗർക്കർ പറഞ്ഞൊരു പ്രധാന പോയിന്റ് അതായിരുന്നു. ഒന്ന് സൂര്യകുമാർ യാദവിനെ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ്, അദ്ദേഹം ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഗംഭീരമായിട്ട് പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കുറച്ചധികം നാളായി വളരെ മോശമാണ്. ഒപ്പം തന്നെ 2 വർഷത്തെ സൈക്കിളിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിന് സൂര്യകുമാർ യാദവ് തന്നെ T20 വേൾഡ് കപ്പ് നേടിയ ശേഷം പറഞ്ഞത് ഞാൻ ഒളിമ്പിക്സ് കൂടി നയിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറയുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിന് 38 വയസ്സിനടുത്തെത്തും. ഏജ് ഒരു ഫാക്ടർ ആണോ? നമ്മൾ ഈ IPL അല്ല, ഏജ് ഫാക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പെർഫോം ഒരു സീരീസ് അല്ലെങ്കിൽ 2 സീരീസ് ഒക്കെ മോശമാണെങ്കിലും ഒക്കെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് സൂര്യകുമാർ യാദവ് പക്ഷേ ആ സമയത്ത് ഇന്ത്യൻ ആകെ ന്യൂസിലൻഡ് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് നടന്ന ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിൽ ഫസ്റ്റ് മത്സരത്തിൽ USA-ക്കെതിരെ ഇന്ത്യ തകർന്നപ്പോൾ ആ സമയത്ത് സൂര്യകുമാർ വേൾഡ് കപ്പിൽ അവർ ഒറ്റ പ്രകടനം. പിന്നെ വേൾഡ് കപ്പ് ഇന്ത്യ വേൾഡ് കപ്പ് നേടിയത് ഒരു ടീം ബാലൻസ് അല്ലെങ്കിൽ ടീം കോമ്പിനേഷനിൽ നിന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്ത്യ വേൾഡ് കപ്പിൽ 3 നോക്കൌട്ട് പ്ലസ് ഒരു മത്സരം ഉൾപ്പെടെ 4 മത്സരത്തിൽ ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് മാത്രമാണ് ഇന്ത്യ നേടിയത്. അവിടെ സൂര്യകുമാറിന്റെ ഡിസിഷൻ കൂടി നമ്മൾ സഞ്ജുവിനെ ബാക്ക് ചെയ്ത ഡിസിഷൻ കൂടി അഭിനന്ദിക്കപ്പെട്ടു. സഞ്ജുവിനെ എങ്ങനെ ബാക്ക് ചെയ്തു? സഞ്ജുവിനെ തുടർച്ചയായിട്ട് ലെഫ്റ്റീസ് ഓപ്പണേഴ്സ് തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ ഗത്യന്തരമില്ലാതെയാണ് സിംബാബ്വെക്കെതിരെ സഞ്ജുവിനെ കളിപ്പിക്കുന്നത്. പക്ഷേ എല്ലാവരും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പറയുന്നു. BCCIയുടെ പേജിൽ ഉൾപ്പെടെ BCCIയുടെ പേജിൽ ഇട്ടുകൊണ്ട് സഞ്ജുവിനെ കളിപ്പിക്കുന്നത് സൂര്യ നല്ലൊരു ക്യാപ്റ്റൻ അല്ലെന്നാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന് ടീം ജയിച്ചുകൊണ്ടിരുന്നാൽ സൂര്യ നല്ല ക്യാപ്റ്റനാണ്. സൂര്യ കീഴിൽ ഇന്ത്യ ഏഷ്യ കപ്പ് അടിച്ചിട്ടുണ്ട്. സൂര്യ കീഴിൽ ഇന്ത്യ ഒറ്റ പരമ്പര പോയിട്ടില്ല. 52-ൽ 42 വിജയം സൂര്യക്കുണ്ട്. എല്ലാം ഓക്കെ. സൂര്യ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് ഇപ്പം മാറ്റുന്നത് എന്താണ്? ഇന്ത്യയുടെ പ്ലാൻ കുറച്ചുകൂടി വലുതാണ്. അതിൽ കേപ്പബിളായ വേറെ പ്ലെയേഴ്സ് ഒന്നില്ലെങ്കിലൊക്കെ എത്ര ഗംഭീരമായ പ്ലെയേഴ്സിന് എത്ര ക്യാപ്റ്റൻസി മെറ്റീരിയൽ ഇന്ത്യക്കുണ്ട്. ഒപ്പം തന്നെ ബാറ്റർ എന്നുള്ളതൊക്കെ ഒരു വർഷത്തിനടുത്തൊക്കെ ഇത്രയും മോശം ഫോമിൽ കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ടാകുമ്പോൾ അതും ഇത്രയും 300 ലക്ഷ്യമിട്ട് ഞാൻ പറയട്ടെ കംപ്ലീറ്റ് ചെയ്യട്ടെ 300 സ്കോർ ലക്ഷ്യമിട്ട് ഇനി കളിക്കുന്ന T20 പരമ്പരകളിൽ ഇത്തരത്തിൽ വളരെ മോശം ഉള്ളൊരു പ്ലെയറെ ചുമക്കേണ്ട ബാധ്യത നിലവിലെ ഇന്ത്യൻ ടീമിലില്ല. നിലവിലെ ഫോമിന്റെ കാര്യം പറയുന്നത്, അല്ലാതെ സൂര്യകുമാർ യാദവ് മോശമല്ല. നിങ്ങൾ ആ രീതിയിൽ അത് നെഗറ്റീവ് ചെയ്യരുത്. അല്ലല്ല, സൂര്യകുമാർ യാദവിന്റെ ബാറ്റിങ്ങിന് നമുക്ക് ഒരു കാരണവശാലും അദ്ദേഹം ഫോം ഔട്ട് ആയിരിക്കാം, പക്ഷെ ഒരു ക്യാപ്റ്റൻസി ഔട്ട് ഓഫ് ഫോം ഔട്ട് ഓഫ് റൺസ് ആണ്. അതെ, ഔട്ട് ഓഫ് റൺസ്. അത് സൂര്യ ക്യാപ്റ്റൻസി എന്ന രീതിയിൽ അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും വിജയങ്ങൾ നേടിത്തന്നൊരു ക്യാപ്റ്റനാണ്. ആ ക്യാപ്റ്റനോട് ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരൊറ്റ പോയിന്റാണ്. ഇനി അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് വേറൊരു വാദം ശക്തമായിട്ട് വരുന്നത് അത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രായമുള്ള താരത്തെയാണോ ഒരു യുവതാരത്തിന് അവസരം കൊടുക്കേണ്ടതല്ലേ എന്നൊരു ചർച്ച കൂടി അവിടെ പ്രസക്തമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് സൂര്യകുമാർ യാദവ് T20 ലോകകപ്പ് നേടിത്തന്നു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം ടീമിൽ തുടരാൻ യാതൊരു തരത്തിലുള്ള അർഹതയല്ല. ഇന്ത്യ ജയേഷ് പറഞ്ഞ പോലെ ഒരു വലിയ പ്ലാനാണ് ഇന്ത്യയെ സംബന്ധിച്ച് 2 വർഷം മുമ്പിലുണ്ട്. അടുത്ത ലോകകപ്പും നേടുക എന്നത് തന്നെയാണ് ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള താരങ്ങൾ വളർത്തിയെടുക്കാനുള്ള അവസരമാണ്. 15-കാരനായ വൈഭവ് സൂര്യവംശി ഇന്ത്യൻ ടീമിൽ വരുന്നത് പോലും അതിൻ്റെ ആ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്ക് സൂര്യകുമാറിന് മതം തളച്ചിടപ്പെടാൻ പാടില്ല ഈ ചർച്ച. സൂര്യകുമാർ യാദവ് എന്നുള്ള ക്യാപ്റ്റന് അല്ല, നമുക്ക് ചർച്ച നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് കിടക്കണം. ഞാൻ പറയുന്നത് ശ്രേയസ് അയ്യർ. ഇപ്പോൾ സൂര്യകുമാർ മാറ്റി ശ്രേയസ് അയ്യർ വരുന്നു. ശ്രേയസ് അയ്യർ ഈ അനുപേട്ടൻ പറഞ്ഞത് ഇന്ത്യയുടെ പ്ലാന് ഭയങ്കരമായ പ്ലാന് ഉള്ളത്. 3 വർഷമായിട്ട് ശ്രേയസ് 2.5 വർഷത്തിലേറെയായി ശ്രേയസ് ഇന്ത്യക്ക് വേണ്ടി T20 കളിച്ചിട്ട്. അപ്പോൾ അത്തരത്തിൽ ഭയങ്കര പ്ലാനാണ്. ഇപ്പോൾ 2023 ഡിസംബറിൽ ഓസ്ട്രേലിയക്കെതിരെയാണ് ശ്രേയസ് അവസാനമായി T20 കളിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന് 2024-26 ഇന്ത്യ ലോകകപ്പ് നേടിയ 2 ലോകകപ്പ് നഷ്ടമാകുന്നുണ്ട്. 2024 അദ്ദേഹത്തിന് BCCI സെൻട്രൽ കോൺട്രാക്ട് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അവിടുന്ന് അദ്ദേഹം വരുന്നു നോക്കൂ. പിന്നീട് 25 കൊൽക്കത്തയ്ക്ക് IPL നോക്കുമ്പോൾ
3 ടീമിനെയാണ് അദ്ദേഹം നയിച്ചിട്ടുള്ളത്. ആ 3 ടീമിനെയും അദ്ദേഹം ഫൈനലിൽ എത്തിച്ചു. ഒരു തവണ കിരീടം നേടി. അതിഗംഭീരമായ ടീമുകളൊന്നല്ല. അതിലൊന്ന് ഒന്ന് കൊൽക്കത്തയെ അദ്ദേഹം ചാമ്പ്യൻസ് ആക്കി, ആദ്യം ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നു. ഡൽഹി ക്യാപിറ്റൽസ് നയിക്കുന്നു, ഫൈനലിലെത്തിക്കുന്നു. പിന്നീട് അടുത്ത വർഷം പഞ്ചാബിനെ അദ്ദേഹം ഫൈനലിലെത്തിക്കുന്നു. RCBക്ക് മുമ്പിൽ പരാജയപ്പെടുകയാണ്. അദ്ദേഹം സയ്യിദ് മുഷ്താഖ് അലിയിൽ അദ്ദേഹം ടീമിനെ കിരീടത്തിലെത്തിക്കുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ബാറ്റർ എന്നുള്ള നിലയിൽ മികച്ച ഫോമിൽ തന്നെയാണ്, ഗംഭീരമായ ഫീൽഡറാണ്. അത്തരത്തിൽ അത്രയും ഗംഭീരമായ പെർഫോമൻസ് നടത്തിയത് കൊണ്ടാണ് ഒരു 2 വർഷത്തേക്കുള്ള ഇന്ത്യയുടെ ഒരു ഭാവി ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ T20യുടെ ക്യാപ്റ്റൻ എന്നുള്ളതിൽ പോട്ടെ, T20 പ്ലെയറായിട്ട് പോലും T20 റഡാറിലെ 3 വർഷമായിട്ടില്ലാത്തൊരു പ്ലെയറാണ് ക്യാപ്റ്റനായി വരുന്നത്. അത് PCCയുടെ അത്രയും വലിയ പ്ലാൻ തന്നെയാണ്. അല്ല അത് ആ പ്ലാൻ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ സഞ്ജു സാംസൺ അവർക്ക് ക്യാപ്റ്റനായിട്ട് പരിഗണിക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇവര് സഞ്ജുവിന്റെ എന്താണ് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് സഞ്ജുവിനേക്കാൾ കുറെ കൂടി ബെറ്റർ പെർഫോമൻസ് ശ്രേയസ് സഞ്ജു നല്ല രീതിയിൽ തന്നെ രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിനെ കൃത്യമായിട്ട് അദ്ദേഹം നയിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ക്യാപ്റ്റൻസി മെറ്റീരിയൽ രണ്ട് തരത്തിലുള്ള ക്യാപ്റ്റന്മാരാണ്. നമുക്ക് IPL നിരീക്ഷിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഒന്ന് ആക്രമണാത്മകമായിട്ടും തന്ത്രപരമായിട്ടും നീങ്ങുന്ന ക്യാപ്റ്റനാണ് ശ്രേയസ് അയ്യരായിട്ട് നമ്മൾ കാണാൻ. അതിന് അദ്ദേഹത്തിൻ്റെ 3 IPL ഫൈനലുകൾ തന്നെയാണ് ലക്ഷ്യം നമുക്ക് ഉദാഹരണമായിട്ട് പറയാനുള്ളത്. നേരെ മറിച്ച് ക്യാപ്റ്റൻ എന്ന വിശേഷണത്തിൻ്റെ തുടർച്ചയായിട്ട് വരുന്നു സഞ്ജു സാംസൺ. അദ്ദേഹം വളരെ കാലമായിട്ട് സഹതാരങ്ങളെ പ്രചോദിപ്പിച്ച് ടീമിനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്നൊരു താരമാണ്. ആ ഭാഗത്ത് ആക്രമണ ശൈലിയുള്ളത്. ഒപ്പം ഇതിനകത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നത് ശ്രേയസ് അയ്യരുടെ അന്താരാഷ്ട്ര എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു പക്ഷേ. സഞ്ജുവിന് അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അത്രയും എക്സ്പോഷർ കിട്ടാത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ. പക്ഷേ അദ്ദേഹത്തിന് വലിയ മത്സരങ്ങൾ കഴിച്ചുള്ള ഒരു പാരമ്പര്യം ശ്രേയസ് അയ്യരിനെ സംബന്ധിച്ച് അത് കൃത്യമായിട്ടൊരു എഡ്ജാണ് സഞ്ജുവിനെ സംബന്ധിച്ച്. പിന്നെ ഇനിയിപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരികയാണെങ്കിൽ പോലും ഇവരുടെ ബാറ്റിംഗ് കണക്കുകൾ നോക്കുകയാണെങ്കിലും ആ ഒരു വ്യത്യാസം. BCCയുടെ പ്ലാനിങ് ഗംഭീര പ്ലാനിങ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. സഞ്ജു അതിനു മുമ്പേ അവസരം പ്ലാനിങ് കൃത്യമായിരുന്നെങ്കിൽ സഞ്ജു ഇത് ശ്രേയസ് അയ്യർ ടീമിലേക്ക് വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ സഞ്ജു ഇന്ത്യൻ ടീമിൽ കളിച്ച താരമാണ്. 2014 ഞാൻ കളിച്ചിട്ടുണ്ട്. BCCയുടെ പ്ലാനിങ്ങിലെ പ്രശ്നം കൊണ്ടാണ് സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കാറുള്ളത്. അന്ന് 2015 സെലക്ഷൻ കമ്മിറ്റിയും കോച്ചും ഒന്നും അല്ലല്ലോ ഇപ്പോഴും. ഞാൻ പറയുന്നത് BCCയുടെ പ്ലാനിങ് ഗംഭീരമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അല്ല ഈ ഇപ്പോഴുള്ള ഭരണസമിതിയുടെ കാഴ്ചപ്പാടിന് ഒരു അർത്ഥത്തിൽ ഭാവി കൂടി ഇപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുക, ശ്രേയസ് അയ്യർക്കും സഞ്ജുവിന് ഏതാണ്ട് ഒരേ ഏജ് തന്നെയാണ്. അല്ലാതെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് അല്ലെങ്കിൽ ഏജ് അങ്ങനത്തെ ഒരു പ്രശ്നം ഭാവി മുന്നിലല്ല. ഇപ്പോൾ നമ്മുടെ അഭിമാനമാണ്, അതിഗംഭീരമായ പ്ലെയറാണ്. പ്രത്യേകിച്ച് ക്രൂഷ്യൽ മാച്ചിൽ അതിഗംഭീരമായ പെർഫോമൻസ് നേടിത്തന്നെ ഒറ്റയ്ക്കൊരു ലോകകപ്പ് ഇന്ത്യക്ക് നേടിത്തന്നിട്ടുള്ള താരം തന്നെയാണ്. ക്യാപ്റ്റൻസി മെറ്റീരിയൽ എന്ന് നോക്കുമ്പോൾ ശ്രേയസിന് തന്നെയാണ് അവിടെ അടിച്ചുള്ളത്. MSK അല്ല, ഒറ്റയ്ക്കൊരു വേൾഡ് കപ്പ് നേടിത്തന്ന സഞ്ജുവിന്റെ ഈ വേൾഡ് കപ്പിൽ അതായത് സഞ്ജുവിന്റെ തൊട്ട് മുമ്പ് ഈ വേൾഡ് ഈ വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് സഞ്ജുവിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഒരു സെഞ്ചുറി അടിച്ചാൽ പോലും പിറ്റത്തെ സീരീസിൽ ഉണ്ടാകാത്ത അവസ്ഥ. സഞ്ജു അവസാനം കളിച്ച ഏകദിനം കളിച്ചിട്ട് സൗത്ത് ആഫ്രിക്ക 2-3 വർഷമായി. അതിൽ അദ്ദേഹം സെഞ്ചുറി അടിച്ച് പ്ലെയർ ഓഫ് ദ മാച്ച് ആണ്. പിന്നെ അദ്ദേഹം ഇന്ത്യ ഉണ്ടല്ല. പക്ഷേ ആ പ്ലെയറെ വലിയ രീതിയിൽ അവിടെ എവിടെയാണ് BCCയുടെ പ്ലാനിങ്? അവസാനമായിട്ട് സെഞ്ചുറി അടിച്ച എടുത്തിട്ടില്ല. ഇതാണ് ഗംഭീര പ്ലാനാണ് BCCI ഭാവി മുന്നിൽ. അത് സൂര്യകുമാർ യാദവിനെ മാറ്റി കാര്യം പറയുമ്പോഴല്ലേ MSK, അതായത് സൂര്യകുമാർ യാദവ് ശ്രേയസ് അയ്യർ 3 വർഷത്തിന് ശേഷം തിരിച്ചെത്തി ക്യാപ്റ്റനായിട്ട് നിയമിക്കുന്നു എന്നതിനൊപ്പം തന്നെ സഞ്ജുവിന് തീർച്ചയായിട്ടും ഒരു പ്രൊമോഷൻ അദ്ദേഹം അർഹിച്ചിരുന്നു. ക്യാപ്റ്റൻസി എന്ന രീതിയിൽ സൂര്യക്ക് ശേഷം ഒരു ക്യാപ്റ്റൻസി എന്ന രീതിയിൽ പരിഗണിക്കപ്പെടാവുന്ന താരമായിരുന്നു. പക്ഷേ സഞ്ജുവിന് പരിഗണിച്ചില്ല എന്നുള്ളത്. ഒരു പക്ഷേ നോക്കൂ, ഈ 2 3 വർഷമായി കളിക്കാത്തൊരു ക്യാപ്റ്റനാണ്. ഇംഗ്ലണ്ടിലും അയർലൻഡിലും അദ്ദേഹത്തിന് പ്രകടനം മോശമാണെങ്കിൽ വീണ്ടും ഒരു ചോയ്സ് ഇല്ലേ അവിടെ സഞ്ജു ബാക്കപ്പ് ആയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ സഞ്ജുവിന് വൈസ് ക്യാപ്റ്റനിൽ ആക്കണമായിരുന്നു. പക്ഷേ തിലക് വർമ്മ എന്ന താരത്തിൽ ലോകകപ്പിലടക്കം തിലക് വർമ്മയുടെ ബാറ്റിംഗും മറ്റുമൊക്കെ വിമർശന വിധേയമായതാണ്. 2 ടീമിന്റെയും വൈസ് ക്യാപ്റ്റനായിട്ട് തിലക് വർമ്മയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. സഞ്ജു അവിടെ ഉണ്ട് ഓൾറെഡി. അങ്ങനെയാണെങ്കിൽ BCCക്ക് അങ്ങനെ വലിയൊരു ബാക്ക് 21 വയസ്സാണോ പ്രാധാന്യം? അവിടെ കൃത്യമായിട്ടും പിന്നെ ഞാൻ ആ ടീം രണ്ടുപേരും ശ്രദ്ധിക്കണം. ഞാൻ ആ ടീം കാണുന്ന പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടണം. എന്തെന്ന് ടീം പ്രഖ്യാപിച്ച കാര്യമാണല്ലോ. സ്ക്വാഡ് എന്ന് പറയുന്നത് ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായിട്ട് അവിടെ വരുന്നു. അഭിഷേക് ശർമ്മയാണ് അദ്ദേഹം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ, ശിവം ദുബെ, തിലക് വർമ്മ, നിതീഷ് റെഡ്ഡി, അക്ഷർ പട്ടേൽ, പിന്നെ വാഷിങ്ടൺ സുന്ദറുണ്ട്, വരുൺ ചക്രവർത്തി വരുന്നുണ്ട്, മുഹമ്മദ് സിറാജ്, അർഷദീപ് സിംഗ്, പ്രിൻസി യാദവ്. അത് ഒരു വലിയ ചോയ്സാണ്. പ്രിൻസി യാദവിന് ഇന്നത്തെ ടെസ്റ്റിൽ അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം 2020 ടീമിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ വണ്ടർ ബോയ് വൈഭവ് സൂര്യവംശി. ഈ ടീമിനെ സംബന്ധിച്ച് ഒരാളെ പേര് വിട്ടുപോയി, ഹർഷിത് റാണ. വൈ ഹി ഈസ് ഇൻ ദിസ് ടീം? ലിസ്റ്റ് പ്രകാരം ലിസ്റ്റ് പ്രകാരം ഹർഷിത് റാണ ഇല്ല. ഇല്ല. അയർലൻഡ്, ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള T20 ടീമിൽ ഹർഷിത് റാണയുടെ പേര് ഞാൻ കാണുന്നില്ല. നിതീഷ് റെഡ്ഡി അവിടെയുണ്ട്. അപ്പോൾ ഇനി ഈ ടീമിനെ സംബന്ധിച്ചുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ആര് വരും എന്നുള്ളതാണ്. അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്യാം. കാരണം സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുന്ന അദ്ദേഹത്തിന് ആ സ്ഥാനം മാറ്റേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ
പൊസിഷൻ ഒരു തേർഡ് പൊസിഷനാണ്, ടീമിന് വൺ ഡൗൺ മൊത്തത്തിൽ പൊസിഷൻ. അതായത് കോമ്പിനേഷൻ വലിയ രീതിയിൽ പൊളിക്കേണ്ടി അല്ല, വരും. ഞാൻ പറഞ്ഞോട്ടെ, സഞ്ജു സാംസണും കൂടുതലായിട്ട് 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന താരമാണ്. അദ്ദേഹം സാഹചര്യവശാൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതാണ് IPL നമ്മൾ കാണുന്നതും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലും കാണുന്നത്. മറ്റൊന്ന് ശ്രേയസ് അയ്യരും ഇഷ്ടപ്പെടുന്ന ഒരു പൊസിഷനാണ് നമ്പർ 3 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ലൈനപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ശ്രേയസ് 5-ാം നമ്പറിൽ കളിക്കാൻ അല്ല, ഓപ്പണിംഗ് തുടങ്ങും. അതായത് നിലവിൽ ഇപ്പോൾ വൈഭവും അഭിഷേകും ഓപ്പൺ ചെയ്തു. അപ്പോൾ വീണ്ടും ആ 2 ലെഫ്റ്റ് ഹാൻഡിയേഴ്സിന്റെ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. അതായത് അത്തരം സാധനങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ രണ്ടുപേരും ഗംഭീരമായിട്ട് നല്ല ഫോമിലാണുള്ളത്. വേൾഡ് കപ്പിന് ശേഷം അഭിഷേക് ഫോമായി IPL നന്നായിട്ട് കളിച്ചാണ്. വൈഭവ് നമ്മളൊരു എക്സെപ്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ പറയേണ്ടി വരും ആ പ്ലെയറെ, അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനെ. വൺ ഡൗണിൽ അവിടെ സഞ്ജു വരുന്നു. 4-ാം നമ്പറിൽ ഇഷാൻ കിഷൻ വരുന്നു. ഇഷാൻ കിഷൻ ഏറ്റവും വലിയ ക്വാളിറ്റി, അദ്ദേഹം ഏത് പൊസിഷനിലും ഓപ്പണിംഗ് ആയാലും 5-ാം നമ്പർ വരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. 5-ാം നമ്പറിലിറങ്ങി അദ്ദേഹം സെഞ്ചുറി അടിച്ചിട്ടുണ്ട് സയ്യിദ് മുഷ്താഖ് അലിയിൽ. ഏറെക്കുറെ കറക്റ്റാണ്. പ്രിൻസ് യാദവ് വരെ അതിനകത്ത്. അല്ല, അതിനകത്ത് നമ്മുടെ യൂട്യൂബിൻ്റെ അടിയിൽ ഭയങ്കര തെറിവിളി ഉണ്ടായിരുന്നു, നീയാണല്ലോ സെലക്ഷൻ കമ്മിറ്റി എവിടെ നിന്ന് കിട്ടിയവരെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഏറെക്കുറെ അത് കറക്റ്റായി ഭാഗ്യത്തിന്. ഞാൻ പറയുന്നത് വരാനുള്ളത് ശ്രേയസ് ആണ്. ഓപ്പൺ ചെയ്യുന്നു, വൺ ഡൗൺ ആയിട്ട്. അല്ല, പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതില് അഭിഷേക് ശർമ്മയും വൈഭവ് സൂര്യവംശിയും അല്ല ശരിക്കും ഓപ്പണർ. സഞ്ജുവും പിന്നെ വൈഭവും തന്നെ ഓപ്പണിങ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ. കാരണം എന്ന് വെച്ചാൽ ഇത് അഭിഷേകും വൈഭവും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ രാജസ്ഥാന്റെ പ്രകടനം കണ്ടിട്ടുണ്ട്. യശസ്വി ജയ്സ്വാൾ ഒരിക്കലും ഒരു മോശം ഓപ്പണറല്ല. അപ്പുറത്ത് യശസ്വി ജയ്സ്വാൾ പിന്നെ ഒരു ഘട്ടത്തിൽ പിന്നെ അദ്ദേഹം ഒരു ആകാശ് ചോപ്രയെ പോലെ തോന്നിപ്പിക്കുന്നു. വീരേന്ദ്ര സെവാഗും പിന്നെ ഇദ്ദേഹം ഇറങ്ങി എന്നുള്ള രീതിയിലാണ്. അപ്പം ഇവർ രണ്ടുപേരും ഒരേ രീതിയിൽ കളിക്കുമ്പോൾ അഭിഷേക് ഒരുപക്ഷെ വൈഭവിനെ അനുകരിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ ഫസ്റ്റ് ഒരു ലെഫ്റ്റ് പ്ലസ് റൈറ്റ് എന്ന രീതിയിൽ കുറച്ചുകൂടി ഒരേപോലെ ഒരാൾ പെട്ടെന്ന് ഔട്ടാകുകയാണെങ്കിൽ അതല്ലെങ്കിൽ മറ്റൊരാളുടെ പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് എവിടെയും ഒരു പ്രശ്നം ഉണ്ടാവാൻ, പിന്നെ ഒരാൾ ഫോം ഔട്ട് ആണെങ്കിൽ പെട്ടെന്ന് ഔട്ടാകുകയാണെങ്കിൽ മറ്റൊരാളെ അനുകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അഭിഷേകിനൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഈ ഓപ്പണറായിട്ട് വൈഭവ് സൂര്യവംശി അപ്പുറത്തുണ്ടാകുമ്പോൾ. കാരണം സഞ്ജു കുറച്ചുകൂടി പിന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് പിന്നെ സ്ട്രൈക്ക് കൊടുത്തിട്ടും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ വേറെ രീതിയിൽ ചിന്തിച്ചു നോക്കൂ. ക്ലിക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 300 അടിക്കാൻ പോകുന്നത് സഞ്ജുവും രാജസ്ഥാനിന് വേണ്ടി ഓപ്പണിംഗ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതോ മത്സരത്തിൽ. സഞ്ജുവിന് ഇഞ്ചുറി വന്നപ്പോഴാണ് കഴിഞ്ഞ വർഷം വൈഭവ് വന്നത്. അല്ല, രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഓപ്പൺ ചെയ്യുന്നതിൽ യാതൊരു കുറ്റവുമില്ല. ലോകത്തെ ഏറ്റവും എണ്ണം പറഞ്ഞിട്ടുള്ള 2 ഓപ്പണിംഗ് കൂട്ടുകെട്ടുകൾ ലെഫ്റ്റ് ഹാൻഡേഴ്സിൻ്റെ ആയിരുന്നു. സയ്യിദ് അൻവർ പാകിസ്ഥാൻ്റെ, അമീർ സൊഹൈൽ ഒരു കൂട്ടുകെട്ട്, പിന്നെ ഗിൽക്രിസ്റ്റ് മാത്യു ഹേഡൻ കൂട്ടുകെട്ട്. ഞാൻ പറയുന്നത് കുറച്ചുകൂടി പിന്നെ സഞ്ജു ഓപ്പണിംഗ് ഇറങ്ങുകയാണെങ്കിൽ, സഞ്ജു പ്ലസ് വൈഭവ് ഓപ്പണിംഗ് ഇറങ്ങുകയാണെങ്കിൽ അതോടെ സഞ്ജു ഒരറ്റത്തുനിന്ന് വിക്കറ്റ് കാത്ത് സൂക്ഷിച്ച് കളിക്കുന്നു. രണ്ടുപേരും ഒരേ സമയം ആക്രമിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് 300 ഒരു പക്ഷേ എത്തുമായിരിക്കാം. പക്ഷേ എങ്കിൽ കൂടിയും ഒരു വിക്കറ്റ് പോവുകയാണെങ്കിൽ അഭിഷേകിൽ എങ്ങനെ ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ആ രണ്ടുപേരും ഒരേ ആ സമയം ആക്രമിച്ച് കളിക്കുമ്പോൾ ഇൻസെക്യൂരിറ്റീസ് ഒരു പ്രശ്നമാണെന്ന് എനിക്ക്. ഓക്കെ, നമ്മൾ 5-ാം നമ്പർ വരെ വന്നിട്ടുണ്ട്, ഇഷാൻ കിഷൻ വരെ വന്നിട്ടുണ്ട്. നമ്പർ 6 എന്ന് പറയുമ്പോൾ ശിവം ദുബെ ആയി. തിലക് വർമ്മയുടെ പറഞ്ഞിട്ടില്ല, നമ്മൾ പൊസിഷൻ പറഞ്ഞില്ല. തിലക് ശ്രേയസിനും പിന്നിൽ 6-ാം നമ്പറിലായിരിക്കും കളിക്കുക. അദ്ദേഹം 6-ലോ 7-ൽ കളിച്ചിട്ടുണ്ട് T20 വേൾഡ് കപ്പിൽ. തുടക്കത്തിൽ വലിയ അവസരം കിട്ടിയത് മിസ്സാക്കിയ സമയത്ത് എനിക്ക് തോന്നുന്നു സിംബാബ്വെക്കെതിരെ ചെന്നൈയിൽ നടന്ന മത്സരത്തിലായിരുന്നു. അദ്ദേഹം ഇറങ്ങി അതിഗംഭീരമായൊരു വെടിക്കെട്ട് നടത്തി. ആ മത്സരത്തിൽ അദ്ദേഹം ട്രാക്കിലാവുന്നതും. പിന്നെ കളി നടക്കാൻ പോകുന്നത് സഞ്ജു ഓപ്പണിംഗ് അല്ലെങ്കിൽ സഞ്ജുവിന്റെ പൊസിഷൻ മിക്കവാറും 5-ലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം വൺ ഡൗൺ ആയിട്ട് തിലക് വൈസ് ക്യാപ്റ്റനാണ് തിലക്. അപ്പോൾ ഈ ടീമിന്റെ കോമ്പിനേഷൻ നമ്മൾ ഏഷ്യ കപ്പിലുള്ളത് പോലെ തന്നെ സഞ്ജുവിന് കൃത്യമായിട്ട് ഒരു പൊസിഷൻ ഇല്ലാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. തിലക് 5 അല്ലെങ്കിൽ 6-ലേ കളിക്കുള്ളൂ. അതായത് ശ്രേയസിനും ശേഷമായിരിക്കും അദ്ദേഹം കളിക്കുക. അദ്ദേഹം കഴിഞ്ഞ വേൾഡ് കപ്പിൽ അതായത് തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്തപ്പോഴാണ് സിംബാബ്വെക്കെതിരെ അദ്ദേഹത്തിനെ 7-ാം നമ്പറിൽ കളിപ്പിച്ചത്. പാണ്ഡ്യക്ക് ശേഷമായിരുന്നു വന്നത്. അത് പക്ഷേ ഗംഭീരമായിട്ട് അല്ല, ആ സമയത്തേക്ക് പാണ്ഡ്യയും ശിവൻ ദൂബെയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ തിലകിനെ എങ്ങനെ ഉൾപ്പെടുത്തണം എന്നുള്ളതൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് ശ്രേയസ് വരെ നേടുന്ന ഗംഭീര ബാറ്റർമാരില്ലേ. കളി നടക്കാൻ പോകുന്ന ഇംഗ്ലണ്ടിലും ആയതുകൊണ്ട് വൈഭവിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ചിലരെങ്കിലും ആക്ഷേപം ഉന്നയിക്കുന്നത് അദ്ദേഹത്തിന് ഇന്ത്യൻ കണ്ടീഷനിൽ മാത്രമേ അടിച്ച് കളിക്കുള്ളൂ, പുറത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ അണ്ടർ-19 വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടാണ്. പക്ഷേ ഈ കുറേ സീനിയർ ലെവലിലേക്ക് വരുമ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും കളിക്കുക എന്നുള്ള ഒരു
ഇതുണ്ട്. അപ്പോൾ വൈഭവ് എങ്ങനെയായിരിക്കും അത് മറികടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ടീമിലെ ആദ്യത്തെ മത്സരം ഒരുപക്ഷെ അയർലൻഡിനെതിരെയാകാം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെതിരെ ആയിരിക്കാം. അല്ല, അത് സാഹചര്യം അദ്ദേഹം സാധാരണഗതിയിലുള്ള ഒരു ബാറ്ററായിട്ടല്ല ഇപ്പോൾ ലോകം വിലയിരുത്തുന്നത് വൈഭവിനെ സംബന്ധിച്ച്. അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോഴുള്ള സെനോറി അല്ലാതെ അതിന് മുമ്പ് അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട് വിദേശത്ത് കളിക്കാൻ കഴിയുമെന്നുള്ളത് മറ്റ് ടീമുകളിലായിട്ട് തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, വൈഭവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് സച്ചിൻ അടക്കം നിരീക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൈയുടെ വേഗതയും ഹാൻഡ് ഐ കോർഡിനേഷനും പന്തിൻ്റെ വേഗത ജഡ്ജ് ചെയ്യാനും ലെങ്ത് അടക്കം അദ്ദേഹം പിക്ക് ചെയ്യുന്നു എന്നുള്ള ബൗളർ പന്ത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സെയിം പൊസിഷൻ കണക്കാക്കുക പോലും ചെയ്യുന്നുണ്ട് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ശക്തമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വൈഭവ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സൺ തന്നെയാണ്. അയാളൊരു പ്രതിഭാസം എന്ന് പറയുന്ന ഒരു തരത്തിലാണ്. അദ്ദേഹത്തിന് സാഹചര്യങ്ങൾ ക്രിക്കറ്റ് ഈ ഇംഗ്ലണ്ടിൻ്റെ പേസർമാർക്ക് അനുകൂലമാണ് എന്ന് പറയുമ്പോൾ പോലും നിരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സുന്ദരമായിട്ട് ബാറ്റർമാർക്ക് തിളങ്ങാനും കഴിയുന്ന സാഹചര്യമുണ്ട് ഇംഗ്ലണ്ടിൽ. നല്ല ബാറ്റിംഗ്, അതായത് പന്ത് വേഗത്തിൽ ബാറ്റിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ സ്ട്രോക്ക് പ്ലേ കളിക്കുന്നവർക്ക് സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇനീഷ്യലായിട്ടുള്ള ഒരു 2-3 ഓവറുകളിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നാൽ പോലും ബാറ്റിംഗ് സ്ട്രോക്ക് പ്ലേ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ പന്തിനെ വേഗം ജഡ്ജ് ചെയ്യാൻ കഴിയുന്നവർക്ക് തിളങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇംഗ്ലണ്ട്. അത് സമാനമായിരിക്കും അയർലൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രതീക്ഷ വെക്കാം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. വൈഭവിനെ പേടിച്ചുകൊണ്ടായിരിക്കും എന്തായാലും എതിർ ബൗളർമാർ പന്തെറിയുക എന്നുള്ള കാര്യം. അവിടെ കൃത്യമായിട്ടൊരു മാനസിക എഡ്ജ് കളിക്ക് മുമ്പ് തന്നെ വൈഭവിന് നേടാൻ കഴിയും. പിന്നെ അദ്ദേഹം ഇനി 1-2 മത്സരത്തിൽ പരാജയപ്പെട്ടാൽ പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു പരിഗണന കൂടി അദ്ദേഹത്തിന് ലഭിക്കും. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വൈഭവ് എത്രത്തോളം തിളങ്ങും, അദ്ദേഹത്തിന് ക്ലാസ് അളക്കാൻ പോകുന്ന ഒരു പരമ്പര കൂടിയാകും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം തിളങ്ങുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. റൈറ്റ്, ഞാനും ആ രീതിയിൽ തന്നെയാണ് പറയുന്നത്. കാരണം വൈഭവിനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കമ്മിൻസും സ്റ്റാർക്കും എല്ലാം പന്തെറിയാൻ വരുമ്പോൾ ഏത് രീതിയിലാണ് നോക്കുന്നത്, ബുംറയ്ക്കെതിരെ ഏത് രീതിയിലാണ് കളിക്കാം. ബുംറയ്ക്കെതിരെ 6 അടിച്ചതിന് ശേഷമുള്ള മത്സരത്തിലായിരുന്നു. വൈഭവ് പറയുന്നുണ്ട്, ഞാൻ ബൗളറെ അല്ല ബോൾ മാത്രമാണ് നോക്കുന്നതെന്നാണ് വൈഭവ് എന്ന് മറുപടി പറഞ്ഞത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ക്വാളിറ്റിയും. മോശം ബോളുകളാണ്. ഇപ്പോൾ ബുംറ എറിഞ്ഞാലും ശിക്ഷിക്കുക, ആരെറിഞ്ഞാലും ശിക്ഷിക്കുക. അപ്പോൾ വൈഭവിനെ ചിലപ്പോൾ ഈ ഒരു IPL-ഓടുകൂടി ആദ്യത്തെ IPL നമുക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പലരും പറയുന്നുണ്ട് ചിലപ്പോൾ 1 സീസൺ വണ്ടർ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കുന്നുള്ളൂ. പക്ഷേ രണ്ടാമത്തെ IPL പോയപ്പോഴേക്ക് ഏറെക്കുറെ എല്ലാ ബാറ്റിംഗ് റെക്കോർഡുകളും അദ്ദേഹം തൂക്കി. കൂടുതൽ ബൗണ്ടറി നേടിയ താരം എന്നുള്ള റെക്കോർഡ് മാത്രമാണ് സായി സുദർശൻ നേടിയത്. ബാക്കി ഇതെല്ലാം വൈഭവ് തന്നെയാണ് നോക്കിയത്. ആ വൈഭവ് പറയുന്നുണ്ട്, ഞാൻ ബൗണ്ടറി അല്ല, ഞാൻ 6 തന്നെയാണ് ട്രൈ ചെയ്യുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം സായി സുദർശൻ അടിച്ച ബൗണ്ടറിയേക്കാൾ കൂടുതൽ 6 അദ്ദേഹം അടിച്ചിട്ടുണ്ട്. 237 മുകളിൽ സ്ട്രൈക്ക് റേറ്റ് അദ്ദേഹത്തിനുണ്ട്. 776 റൺസ് ഒരൊറ്റ സീസണിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഒറ്റ സീസണിൽ അത്രയും റൺസിന് മുകളിൽ നേടിയത് വേറെ 2 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ, ശുഭ്മാൻ ഗില്ലും ഒപ്പം വിരാട് കോഹ്ലിയും. അപ്പോൾ ബാറ്റർ എന്നുള്ളത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ടെക്നിക്കലി അദ്ദേഹം നന്നായിട്ട് തെളിയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ടെക്നിക്കലിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളും മറ്റൊക്കെ നടക്കുമ്പോൾ ഈ ബേസ്ബോൾ പ്ലെയറുടെ ഒരു സ്ട്രോക്കാണ് വൈഭവ് കളിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു കൈൻഡ് ഓഫ് വീശലാണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളതാണ് പല എക്സ്പെർട്സ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് അത്രയും പേസിൽ ആ ബോൾ പോകാനുള്ളൊരു കാരണം. വൈഭവ് തൊട്ടാൽ 6 ആണല്ലോ. വൈഭവിൻ്റെ അടുത്ത് ബൗണ്ടറി നമ്മൾ വളരെ കുറഞ്ഞല്ലേ കാണുന്നുള്ളൂ, എല്ലാം നമ്മൾ 6 ആണല്ലോ കാണുന്നത്. അദ്ദേഹത്തിന് ആ ബോൾ പിക്ക് ചെയ്യുന്നൊരു സ്റ്റൈൽ വരെ അതിഗംഭീരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വൈഭവ് ബൗളറെ നോക്കാതെ ബോൾ മാത്രം നോക്കി കളിക്കുന്ന വൈഭവിന് ഇപ്പോൾ അയർലൻഡിനായാലും ഇംഗ്ലണ്ടിനെതിരായും തിളങ്ങാൻ കഴിയുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് സീനിയർ ലെവലിൽ കൂടി, അതായത് അന്താരാഷ്ട്ര സീനിയർ ലെവലിൽ കൂടി ഒരു പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ പിടിച്ചാൽ കിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെയാണ് നോക്കുന്നു. അല്ല, വൈഭവ് ഓക്കെയാണ്. വൈഭവ് എന്തായാലും ആ ഒരു വെല്ലുവിളി നേരിടും. കാരണം വൈഭവ് വെറും ഒരു സ്ലോഗറോ വെറും ഒരു പിഞ്ച് ഹിറ്ററോ ഒന്നുമല്ല. വൈഭവിൽ കൃത്യമായ ടെക്നിക്ക് ഉണ്ട്. അദ്ദേഹത്തിന് അത് ഏത് കണ്ടീഷനായാലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ്. ആ ഫ്ലെക്സിബിലിറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ബോളറേയും പിക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. ലെങ്ത് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യുന്നുണ്ട്. അപ്പം വൈഭവ് തിളങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഒന്നുകൂടി ക്രിക്കറ്റ് ഫോട്ടോ ചെക്ക് ചെയ്തു. അർഷിദ് റാണ ടീമിലുണ്ട് കേട്ടോ. ഞാൻ കണ്ട ടീമിന്റെ ലിസ്റ്റിൽ അർഷിദ് റാണ ഉണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇന്ത്യൻ ടീമിൽ ഇങ്ങനെ കുറേ ക്വാട്ടകളുണ്ട്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് സീരീസിൽ തന്നെ 7 പേരാണ് ഗുജറാത്തിൽ നിന്നുള്ള പ്ലേയിങ് ലെവലിൽ 6 താരങ്ങളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ടീം നമ്മളിപ്പം കഴിവുള്ളവരെ എടുക്കുന്നു എന്നതിനൊപ്പം തന്നെ കുറച്ച് പേരെ തിരികെ കയറ്റുകയും ചെയ്യുന്ന ഒരു ടീമായിട്ട് തന്നെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്. നമുക്കറിയാം ഈ T20 ഈ IPL മികച്ച പ്രകടനത്തിൻ്റെ പുറത്ത് ഇപ്പം നമ്മളിപ്പോൾ എന്ത് പ്രായം പറയുകയാണെങ്കിലും ഭുവനേശ്വർ കുമാർ തീർച്ചയായിട്ടും ഈ ടീമിൽ ഡിസേർവ് ചെയ്തൊരു പ്ലെയർ ആയിരുന്നു. കാരണം ഭുവനേശ്വർ കുമാറിന് നമ്മൾ മുമ്പ് ആശിഷ് നെഹ്റ ഏതാണ്ട് 2011 ലോകകപ്പോട് കൂടി ഏകദിനങ്ങളൊക്കെ മതിയാക്കി ടെസ്റ്റൊക്കെ മതിയാക്കുന്ന ആശിഷ് നെഹ്റയെ പിന്നീട് ടീമിലേക്ക് 37ാമത്തെ വയസ്സിൽ ടീമിലേക്ക് എടുക്കുകയും അദ്ദേഹം ഏതാണ്ട് ഒരു 38-39ാമത്തെ വയസ്സ് വരെ ഏതാണ്ട് 2 കൊല്ലം അദ്ദേഹം ഇന്ത്യൻ T20 ടീമിൻ്റെ ഭാഗമായിരുന്നു. വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരുന്ന സമയത്ത് ഭുവനേശ്വർ കുമാർ തീർച്ചയായും ഡിസേർവിംഗ് ആയിരുന്നു. ആ സമയത്താണ് ഹർഷിദ് റാണ, IPL പോലും കളിക്കാത്ത ഹർഷിദ് റാണ, കുറേ കാലമായിട്ട് പുറത്തിരുന്ന ഹർഷിദ് റാണയെ കൃത്യമായിട്ടും ഇതിനകത്തേക്ക് പ്ലേസ് ചെയ്യുന്നു. അതൊരു തിരികെ കയറ്റൽ, കോട്ട തന്നെയാണ്. അത് കോട്ട തന്നെയാണ്.
കോട്ടയാണ്. അത് കോട്ട തന്നെയാണ്. ഇപ്പം ഈ സീരീസിലാവട്ടെ ഗുജറാത്തിൽ നിന്നുള്ള ഒരുപാട് പേര്, ഈ 7 പേരോളം 7 പേര്, ഈ ചില താരങ്ങളും ഈ ബ്രാർ എന്നുള്ള കളിക്കാരൻ ഗുർനൂർ ബ്രാർ, ആ പേര് തന്നെ വല്ലാത്തൊരു പേര്. അപ്പോൾ അങ്ങനെയുള്ള കളിക്കാരും പോലും IPL പോലും അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഡയറക്റ്റ് ഈ ടീമിലേക്ക് എത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഭാവി കാണുന്നു എന്നതിനൊപ്പം തന്നെ ക്രിക്കറ്ററുകൾ പിന്നെ കാണാതെ പോരുത്. ഗുർനൂർ ബ്രാൻഡിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ IPL സ്റ്റാറ്റസ് അല്ല സെലക്ടർമാർ പരിഗണിച്ചിട്ടുള്ള, ഇന്ത്യൻ സ്റ്റാറ്റസ് അല്ല. അദ്ദേഹം വർഷങ്ങളായിട്ട് ഇന്ത്യൻ നെക്സ്റ്റ് ടീമിലെ സ്ഥിര സാന്നിധ്യമാണ്. അദ്ദേഹത്തിൻ്റെ പേസ്, അദ്ദേഹത്തിൻ്റെ പന്ത് മൂവ് ചെയ്യിക്കാനുള്ള 2 ഭാഗത്തുകൾ കഴിവ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ക്വാളിറ്റി ആയിട്ട് എടുത്ത് പറയുന്നത് റിവേഴ്സിംഗ് ആണ്. അപ്പം പേസ്, അതിവേഗം പിന്നെ റിവേഴ്സിങ്, ബൗൺസർ, ഈ 3 സാധനങ്ങൾ ഒരു പേസ് ബൗളറെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായിട്ടുള്ള അപകടകാരിയാക്കുന്ന ഘടകങ്ങളാണ്. ആ 3 കാര്യങ്ങളും ഗുർനൂർ ബ്രാർ എന്ന് പറയുന്ന 26 വയസ്സുകാരനുണ്ട്. നമ്മൾ അദ്ദേഹത്തെ എന്തുകൊണ്ട് അധികം കാണുന്നില്ലെന്ന് വെച്ചാൽ അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിൽ കൂടുതൽ കളികൾ കളിച്ചിട്ടുണ്ട്. അതായത് പഞ്ചാബ് കിങ്സിൻ്റെ താരമായിട്ട് IPL ഒരു കളിയിലാണ് അദ്ദേഹം കളിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. 42 റൺസോളം അത് വിട്ടുള്ളൂ. പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് 52 വിക്കറ്റുകളുള്ള താരമാണ്. അതായത് റെഡ് ബോൾ ക്രിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ IPL തന്നെ സാക്കിബ് ഹുസൈനെ ഉണ്ട് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്നതിലുപരി അല്ല, ഞാൻ പറയുന്നു കോട്ടയുണ്ട്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കോട്ടയുണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അതേസമയം അതേപോലെ തന്നെ നമ്മുടെ റഡാറിൽ പെടാതെ, അതായത് പുറത്തേക്കുന്ന ഒരാളുടെ റഡാറിൽ പെടാത്ത എത്രയോ താരങ്ങൾ ക്രിക്കറ്റ് അക്കാദമിയിലും ഇന്ത്യൻ ടീമിലെ നെറ്റ്സിലും അടക്കം ഈ താരങ്ങൾക്കെതിരെ ബൗൾ ചെയ്യുന്നുണ്ട്. അവരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടാകും സെലക്ടർമാരും താരങ്ങളും, ഇന്ത്യയുടെ താരങ്ങളും കോച്ചും ഒക്കെ അവർ സ്ഥിരമായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗുർനൂർ ബ്രാർ എന്ന് പറയുന്ന താരത്തെ സംബന്ധിച്ച് പ്രതീക്ഷ അർപ്പിക്കാവുന്ന, ഇന്ത്യൻ പേസ് നിരയുടെ ഭാവിയിൽ പ്രതീക്ഷ അർപ്പിക്കാവുന്ന താരമായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ വിലയിരുത്തുന്നത്. അദ്ദേഹം തിളങ്ങാൻ കഴിയുമെന്നാണ്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലണ്ടിലും ഇവിടെയും അയർലൻഡിലുമാണ് കളി നടക്കുന്നത് എന്നതുകൊണ്ട് ആ സാഹചര്യം കൂടി ചൂഷണം ചെയ്യാൻ കൂടിയായിരിക്കും ഒരു പക്ഷേ തീരുമാനിച്ചിട്ടുണ്ടാകും. പിന്നെ ഒറ്റ വാചകത്തിൽ പറയാമല്ലോ, യുവാക്കൾക്ക് അവസരം നൽകണമെന്നുള്ളത് അതൊരു പരീക്ഷണമായിരിക്കാം. പാളിപ്പോകാം, വിജയിക്കാം. അപ്പം അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുശേഷമേ കാണാൻ കഴിയൂ. പറ്റുന്ന തന്നെ അതിശയിപ്പിച്ചത് ഒരു കാര്യം കൂടി പറയട്ടെ. പ്രിൻസ് യാദവിൻ്റെ ഒരു എൻട്രി, അതെന്തായാലും നമ്മൾ ഷാക്കിബിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ പ്രിൻസ് യാദവ് ടീമിലേക്ക് വരുന്നു. പ്രിൻസ് യാദവിൻ്റെ ഒരു പന്തുണ്ട്, 140 കിലോമീറ്റർ വേഗത്തിൽ വന്ന് വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് തെറിപ്പിച്ച, ക്ലീൻ ബൗൾഡാക്കിയ ഈ IPL അദ്ദേഹം 0 പുറത്തായ ഒരു കളിയാണ് ലക്നൌവിനെതിരെ നടന്നത്. അപ്പോൾ 140 കിലോമീറ്റർ വേഗത്തിൽ സ്ഥിരമായി എറിയുന്ന അതിവേഗക്കാരിയായിട്ടുള്ള ബൗളറാണ് പ്രിൻസ് യാദവ്. IPL കണ്ടപ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷ അർപ്പിച്ച് തോന്നിയ, എപ്പോൾ ഇയാൾ ഇന്ത്യൻ ടീമിലേക്ക് വരും, കളിക്കും, ഇന്ത്യയുടെ സ്ഥിര സാന്നിധ്യമാകുമെന്ന് നമ്മൾ ആഗ്രഹിച്ച ഒരു പേസ് ബൗളറാണ്. നമ്മൾ പേസ് ബൗളർമാരെക്കുറിച്ച് ഈ IPL സമ്പാദിച്ച പേസ് ബൗളർമാരെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പ്രിൻസ് യാദവിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ 2 താരങ്ങൾ, ഈ ഗുർനൂർ ബ്രാറിനെയും പ്രിൻസ് യാദവിനെ സംബന്ധിച്ച് ആ സെലക്ഷനിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്ത്യൻ ഭാവി നിരയിൽ ബുംറയും ഈ പറയുന്ന സിറാജോ ഷമിയോ ഒക്കെ മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആരാകും എന്നുള്ളതിന് ഒരു കൃത്യമായ സൂചനയായിരുന്നു IPL. പക്ഷേ IPL തിളങ്ങിയ പ്രിൻസ് യാദവും വരുന്നുണ്ട്. IPL ഒരു കളിയിൽ അവസരം ലഭിച്ചിട്ട് അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാൻ കഴിയാതെ പോയൊരു താരവും ഈ ടീമിലുണ്ടെന്നത് വലിയ IPL തന്നെ. ഇതിൽ പ്രിൻസ് യാദവിൻ്റെ കേസിൽ നമ്മൾ ഹാപ്പിയാണ്. കാരണം അദ്ദേഹം IPL പ്രൂവ് ചെയ്തിട്ടുണ്ട്. വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിന് ഒരുപാട് വിക്കറ്റുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. ആ ടീമിൻ്റെ LSCയുടെ ഏറ്റവും മികച്ച പേസ് ബോളർമാരിൽ ഒരാളായിരുന്നു. പക്ഷേ അതേ ടീമിൽ തന്നെ ഈ ഗുർനൂർ ബ്രാർ ഒരു മത്സരം പോലും കളിക്കാത്ത ഗുർനൂർ ബ്രാറിനെ ഡയറക്റ്റ് ഇതിലേക്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതേ LSC ടീമിൽ തന്നെ മോഹസിൻ ഖാൻ എന്ന് പറഞ്ഞ ഒരു മത്സരം കളിച്ചു, 42 റൺസ് വിട്ടുകൊടുത്തു നിങ്ങൾ തന്നെ പറഞ്ഞു. അപ്പോൾ അതേ ടീമിൽ തന്നെ മോഹസിൻ ഖാൻ എന്ന് പറഞ്ഞൊരു താരം ഉണ്ടായിരുന്നു. മോഹസിൻ ഖാൻ ഈ IPL ആകെ 5 വിക്കറ്റ് നേടിയ ഒറ്റൊരു ബോളറേ ഉണ്ടായിരുന്നുള്ളൂ, മോഹസിൻ ഖാൻ. അദ്ദേഹമാണ് വൈഭവ് സൂര്യവംശിക്കെതിരെ 2 പ്രാവശ്യം അദ്ദേഹത്തിന്റെ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഈ IPL ഏറ്റവും കൂടുതൽ മെയ്ഡൻ ഓവർ എറിഞ്ഞതും ഇതേ മോഹസിൻ ഖാൻ. വൈഭവ് സൂര്യവംശിയുടെ വിക്കറ്റ് എടുക്കുക എന്നുള്ളത് ഇനി ഒരു ക്വാളിറ്റി ആയിട്ട്, അതൊരു ക്വാളിറ്റിയാണ്, തീർച്ചയായിട്ടും ഒരു ക്വാളിറ്റിയാണ്. അപ്പോൾ 3 മെയ്ഡൻ ഓവർ അദ്ദേഹം എറിഞ്ഞു, വിക്കറ്റ് മെയ്ഡൻ അടക്കം മെയ്ഡൻ ഓവർ എറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കാതെ, മോഹസിൻ ഖാനെ പരിഗണിക്കാതെ പിന്നെ ഇദ്ദേഹത്തെ പരിഗണിച്ചു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഗാർക്കർ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ ബുംറ ഏഷ്യൻ ഗെയിംസ് വിശ്രമം, ഹാർദിക് പാണ്ഡ്യ കൂടി ഈ ടീമിൽ ഇല്ല എന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിന് അവർക്ക് അവസരമല്ല വിശ്രമം കൊടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അദ്ദേഹത്തെ പകരം ഞങ്ങൾ ഏഷ്യൻ ഗെയിംസിലുള്ള സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ഹർഷിത് റാണ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഹർഷിത് റാണ വിട്ടുപോയത് ക്രിക്കറ്റ് ഫോയ്ക്ക് തന്നെയാണ്. അവർ ഇനിഷ്യലി പബ്ലിഷ് ചെയ്ത സ്ക്രീൻഷോട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൽ 14 താരങ്ങളേ ഉള്ളൂ. 15-ാമനായിട്ട് ഹർഷിത് ഉണ്ടാകും. പിന്നീട് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിൽ സൂര്യവംശിയെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ടീമിനെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ പറയുന്നു. ഇത്രയും ഒരു പ്ലെയറുടെ എക്സ്ക്ലൂഷൻ കൂടെ നമുക്ക് പറയണം തോന്നുന്നു. റിങ്കു സിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. റിങ്കു സിംഗ് കുൽദീപ് യാദവ് ടീമിലില്ല. കുൽദീപ് യാദവ് ടീമിലുണ്ട്. പഴയ സ്ക്രീൻഷോട്ട് മാറ്റി പുതിയ രവി ബിഷ്ണോയും പിന്നെ ചക്രവർത്തിയാണ് ടീമിലുള്ളത്. പക്ഷേ കുൽദീപ് ഇന്ന് ടെസ്റ്റ് കളിക്കുന്നുണ്ട്. അല്ല ഇതില് കുൽദീപിന് ടെസ്റ്റിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. മാത്രമല്ല T20 അവസരം ഇതൊരു സന്തുലിതമായ ടീമാണ്, വലിയ ടീമാണെന്നുള്ള അഭിപ്രായം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പം യുവതാരങ്ങളുടെ അവസരം കൊടുക്കുന്നു എന്നുള്ളത് ഇന്ത്യ ഇപ്പം ടെസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുക കൂടിയാണല്ലോ. അപ്പോൾ ആ ടെസ്റ്റിൽ ഇന്ത്യയുടെ അടുത്ത
പേസ് ബോളർമാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ സ്പിന്നർമാർ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സ്, വെങ്കടപതി രാജുവിൽ തുടങ്ങുന്ന, അതിനു മുമ്പ് വിഷൻ സിംഗ് ബേദി അടക്കമുള്ളവർ തുടങ്ങുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ പാരമ്പര്യമുണ്ട് നമുക്ക്. അപ്പോൾ അതിലേക്ക് ജഡേജയും ആർ അശ്വിൻ റൈറ്റ് ഹാൻഡറാണ്, ഞാൻ പറയുന്നത് അതല്ല, ആ ഒരു കോംബോ ഇല്ലാത്ത ഒരു ഇന്ത്യൻ ടീം ടെസ്റ്റ് കളിക്കുന്നത് 16 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ്. 2010 നവംബറിലാണ് അവസാനം ജഡേജയും റൈറ്റ് കോംബോ ഇല്ലാത്ത അങ്ങനെയല്ല അശ്വിൻ ജഡേജ കോംബോ ഇല്ലാത്ത ഒരു കോംബോ. അതിനുശേഷം വന്നിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സിൽ ഏറ്റവും ഒടുവിൽ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ച സ്പിന്നർ എന്ന് പറയുന്നത് അക്സർ പട്ടേലാണ്. അത് 2023 മറ്റുമാണ് അദ്ദേഹം. അതിനുശേഷം ഒരു പുതിയ താരം അരങ്ങേറ്റം കുറിക്കുന്നത് നമ്മളിന്ന് കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് മാനവ് സൂദർ. ഗുജറാത്തിന്റെ താരായിരിക്കും. അല്ലല്ല, രാജസ്ഥാൻ്റെയാണ് അദ്ദേഹം. അതിലൊരു ചേർത്ത് 23 വയസ്സുള്ള മാനവ് സൂദർ, ഇടങ്കൈ ഓൾറൗണ്ടറാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ രവീന്ദ്ര ജഡേജയുടെ പകരക്കാരൻ ആര് എന്നതൊരു അന്വേഷണത്തിൽ കൂടിയാണല്ലോ ഇന്ത്യൻ ടീം എന്ന് പറയുന്നത്. അപ്പോൾ മാനവ് സൂദറും ഏതാണ്ട് ഇത് തന്നെയാണ്, ലെഫ്റ്റ് ഹാം ഓൾറൗണ്ടറാണ്, സ്പിൻ ഓൾറൗണ്ടറാണ്. ഹർഷ് ദുബൈ ഉണ്ട്. ഹർഷ് ദുബൈ മറികടന്നിട്ട് ഇന്ന് മാനവ് സൂദറാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിക്സ് ഒക്കെയാണ്. RCBക്ക് വേണ്ടി, ചെന്നൈക്ക് വേണ്ടിയും വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ IPL. അദ്ദേഹം 19-22 റൺസ് മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ. രജത് പട്ടീദാറിനെ പുറത്താക്കുന്നു. ചെന്നൈയുടെ ഡെവാൾ ബ്രവീസിൻ്റെ വിക്കറ്റും അദ്ദേഹം 2 റൺസ് എത്തി നിൽക്കുക അദ്ദേഹത്തെ മറിക്കുന്നു. ഇനി ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ 29 കളികളിൽ നിന്ന് 129 വിക്കറ്റ് നേടി 945 റൺസ് നേടി. അതായത് ഇന്ത്യക്ക് ഭാവിയിലേക്ക് നോക്കാൻ കഴിയുന്ന രവീന്ദ്ര ജഡേജ എന്ന ലെഫ്റ്റ് ഹാൻഡർ ഓൾറൗണ്ടറിൽ, സ്പിൻ ഓൾറൗണ്ടറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് നൽകാൻ കഴിയുന്ന ഒരു താരമാണ്. ഏതാണ്ട് ഇതേപോലെ തന്നെ ഹർഷ് ദുബൈയുടെ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം രഞ്ജി സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടി, 69 വിക്കറ്റ് കഴിഞ്ഞ വിദർഭ കിരീടം നൽകിയ ആ രഞ്ജി നമ്മൾ സാക്ഷ്യം വഹിച്ച ഫൈനൽ അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 27 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ 133 വിക്കറ്റും 1026 റൺസുമുണ്ട്. പക്ഷേ ഇന്ന് ആ ഹർഷ് ദുബൈ മറികടന്ന് മാനവ് സൂദർ എന്ന താരമാണ് ടീമിലേക്ക് ഇടം പിടിച്ചിട്ടുള്ളത്. അപ്പോൾ 4 യുവതാരങ്ങൾ, നേരത്തെ പറഞ്ഞ ഗുർനൂർ ബ്രാർ അടക്കമുള്ളവർ, പ്രിൻസ് യാദവ് അടക്കമുള്ളവർ അവിടെ ഉണ്ടെങ്കിൽ പോലും 2 സ്പിന്നർമാരിലേക്ക് ഇന്ത്യ ഉറ്റുനോക്കുന്നു. ഇനി ഇപ്പോൾ അക്സർ പട്ടേൽ ടീമിലില്ല. അക്സർ പട്ടേലും കുൽദീപ് യാദവും എന്തായാലും ടീമിൽ തുടരും. അടുത്ത ശ്രീലങ്കയിലേക്കാണ് നമ്മൾ മത്സരം നടക്കാൻ പോകുന്നത്. പക്ഷേ 4th സ്പിന്നറായി ആരാകും എന്നുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ, ടെസ്റ്റ് ടീമിൻ്റെ 4th സ്പിന്നർ ആരാകും എന്നുള്ള അന്വേഷണത്തിലായിരുന്നു സെലക്ടർമാരും ടീമും. അപ്പോൾ അതിന് 2 സാധ്യതയാണ്, ഹർഷ് ദുബൈയും ഈ പറയുന്ന മാനവ് സൂദറും. ആ 2 പേരിൽ ഒരാളായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാവിയിലേക്ക് ആ അർത്ഥത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ കൂടി ഇന്ത്യ, നമ്മളിപ്പോൾ 2020യെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ടെസ്റ്റ് ക്രിക്കറ്റിലും ഇന്ത്യ ഒരു യുവനിരയെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്പിൻ ഓൾറൗണ്ടർ. ഈ IPL നമ്മൾ കേട്ട ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നതും IPL സ്പിൻ മങ്ങിപ്പോകുന്നു എന്നുള്ളതായിരുന്നു ഈ സീസണിൽ പ്രത്യേകിച്ച്. അപ്പോൾ അത് പ്രതീക്ഷിക്കാവുന്ന ഇന്ത്യയുടെ ഏറ്റവും എക്കാലത്തെയും വലിയ കാര്യത്തിൽ അത് തന്നെയാണല്ലോ, സ്പിൻ ബൗളിംഗ് എന്നുള്ളതാണല്ലോ നമ്മളുടെ ക്രിക്കറ്റ് അറിയപ്പെട്ടിരിക്കുന്നത് തന്നെ, സ്പിൻ ട്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള താരങ്ങൾ കൂടി മറുഭാഗത്ത് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നുണ്ട്, യുവതാരങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ട് എന്നുകൂടിയാണ് ഞാൻ പറഞ്ഞത്. നല്ലതാണ്, യുവതാരങ്ങൾക്ക് സ്പിന്നേഴ്സൊക്കെ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. IPL അല്ല, പക്ഷേ അതിൻ്റെ മാനദണ്ഡം അത് രഞ്ജി ട്രോഫി IPL അല്ല, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ താരങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഡൊമസ്റ്റിക് ടെസ്റ്റ് ക്രിക്കറ്റിൽ ആൾക്കാരെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡൊമസ്റ്റിക് നമ്മൾ കാണുന്ന ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാത്രമാണ്. ഈ ആഭ്യന്തര ക്രിക്കറ്റ് തിളങ്ങുന്ന ഒരുപാട് താരങ്ങളുണ്ട്, അവർ കടന്നു വരുന്നുണ്ട് എന്ന് കൂടിയാണ്. പക്ഷേ അവരെ ഏത് ഫോർമാറ്റിലേക്ക് എടുക്കുന്നു എന്നുള്ളത് അതും കൃത്യമാണ്. T20യിലേക്കല്ല മറ്റവരെ എടുക്കേണ്ടത്. ഇവർ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ്, നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇന്ത്യയുടെ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അതീവ ശോചനീയമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ലാസ്റ്റ് പരമ്പര തന്നെ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പര എല്ലാം ഇങ്ങനെ തോറ്റ് നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ ഒരു സമയത്ത് ടീമിലെടുക്കേണ്ടത് തീർച്ചയായിട്ടും IPL വഴി ഫോം കിട്ടിയ ആൾക്കാരല്ല, അത് കൃത്യമായിട്ടും ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച, അതായത് റെഡ് ബോൾ ക്രിക്കറ്റിൽ പ്രതീക്ഷ അർപ്പിക്കാവുന്ന നിരവധി താരങ്ങൾ ഉണ്ട്. പലപ്പോഴും അല്ല, പക്ഷെ ചിലരെ കളിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഒക്കെ ഹക്കീം നബി തീർച്ചയായിട്ടും അവസരം അർഹിച്ച താരമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇവിടേക്ക് ഒരു ക്വാട്ട പ്രവർത്തനം കൃത്യമായിട്ടുണ്ട്. അല്ല, പിന്നെ ആലോചിക്കുമ്പോഴേ 15 പേർക്കല്ലേ ഈ ടീമിലേക്ക് ഇടം കിട്ടും. അങ്ങനെ പറയുകയാണെങ്കിൽ സായി സുദർശന്റെ സെലക്ഷൻ പോലും, പിന്നെ സായി സുദർശന്റെ കാര്യം ഇന്നിപ്പോൾ അഗാർക്കർ അത് വ്യക്തമാക്കുന്നുണ്ട്. അതായത് അദ്ദേഹത്തെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ 3ാം നമ്പറായിട്ടാണ് അവരെ പരിഗണിക്കുന്നത്. ഇന്ത്യൻ ടെസ്റ്റ്, അതായത് അദ്ദേഹത്തെ ടെസ്റ്റ് താരം എന്നുള്ള സായി സുദർശന് കൂടുതൽ റൺ കിട്ടുമ്പോൾ അങ്ങനെ റൺ കിട്ടാത്ത സർഫറാസിനും കൂടി നമ്മൾ പിന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നതാണ്. സർഫറാസ് അതിനേക്കാൾ പിന്നെ മാമോദ് സ്കോറുകൾ ഒരു 2020-2021 സീസണൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു സീസണായിരുന്നു. ഒരുപക്ഷെ ആ സമയത്ത് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഏതാണ്ട് 100-നടുത്ത് ആവറേജ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഓരോ സീസണിലും. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ലോങ് റൺ കൊടുക്കാതെ അദ്ദേഹത്തെ 2 വർഷമായിട്ട് മാറ്റി നിർത്തി. ഞാൻ വസീം ജാഫർ എന്ന് പറയുന്ന താരത്തെ പറ്റി ആലോചിക്കുകയായിരുന്നു. വസീം ജാഫർ എന്ന് പറയുന്ന താരം, അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആഭ്യന്തര ക്രിക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള എന്തോരം റെക്കോർഡുകളുണ്ട്.
അതുപോലെ അമോൾ മജുംദാർ ഉണ്ടായിരുന്നു അല്ലേ? ഇവരൊക്കെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടോ? അവസരം ലഭിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ അവർക്കൊരു ലോങ് റണ്ണിൽ അവരുടെ പീക്ക് ടൈമിലൊന്നും ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ ഒരു പാറ്റേൺ, അവിടെ പ്ലേയേഴ്സ് അവിടെ നിലനിൽക്കുകയാണ്. ആ ടീം പൊളിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ നിൽക്കുന്ന ഒരു ടീം പാറ്റേൺ അതെല്ലാ കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റിലുണ്ട്. പക്ഷേ പിന്നെ അവിടെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറി വരുന്നത് കുറച്ച് ഭാഗ്യവും നേരത്തെ പറഞ്ഞ കോട്ട കൂടിയാണ്. അത് രണ്ടും കൂടെ സംഭവിക്കുമ്പോൾ വഴി തെളിയുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇപ്പം ഈ ടെസ്റ്റ് ടീമിലേക്ക്, അറ്റ്ലീസ്റ്റ് ടെസ്റ്റ് ടീമിലേക്കെങ്കിലും ആളുകൾ ഉൾപ്പെടുത്തുന്ന സമയത്ത് അന്താരാഷ്ട്ര ആഭ്യന്തര മത്സരങ്ങൾ, രഞ്ജി ട്രോഫി പോലുള്ള ഡൊമസ്റ്റിക് മത്സരങ്ങൾ തന്നെ ഫോളോ ചെയ്യണം. അതിലൊരു ക്വാട്ട തീർച്ചയായിട്ടും പാടില്ല. സായി സുദർശൻ്റെ സെലക്ഷൻ പോലും അദ്ദേഹത്തിന് ഇപ്പം അദ്ദേഹം ഫോമിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ അവസരങ്ങൾ കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട്, റൺ കിട്ടിയിട്ടുണ്ട്. അത് T20 പെർഫോമൻസ് കൊണ്ടാണ് അദ്ദേഹത്തിന് റൺ കിട്ടിയത്. അത് അദ്ദേഹം ടെസ്റ്റിലേക്കും തുടരേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യ എ സ്ക്വാഡിനെയും ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടി പറഞ്ഞ് നിർത്താം. ധ്രുവ് ജുറേലാണ് നയിക്കുന്നത്, വിക്കറ്റ് കീപ്പർ ക്യാപ്റ്റൻ അദ്ദേഹമാണ്. സുദർശൻ ആ ടീമിലുണ്ട് കേട്ടോ. ആയുഷ് പിന്നെ ദേവത്ത് പടിക്കൽ വരുന്നു, ഋതുരാജ് ഗെയ്ക്വാദ് ഉണ്ട്, ദുബെ ഉണ്ട്, ശരാൻഷ് ബ്രാർ അവിടെ വരുന്നുണ്ട്, നബി അവിടെ ഉണ്ട്, യാഷ് താക്കൂർ, അംഷുൽ കാംബോജ് ഉണ്ട്, ജഗദീശൻ, മുഖണ്ഡെ, റഷീദ് അൻസാർ. ഇതാണ് ഇന്ത്യ എ സ്ക്വാഡ്. ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള 2 റെഡ് ബോൾ ഗെയിംസ് കളിക്കാനുള്ള. ആക്കിബ് നബിയൊക്കെ ഡയറക്റ്റ് ഇതിലേക്ക് വരേണ്ടതാണ്. കഴിഞ്ഞ 2 സീസണിലും ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ പിന്നെ തീർച്ചയായിട്ടും നിരാശനായി. ഏഷ്യൻ ഗെയിംസിലുള്ള സ്കോഡിൽ ബുംറയെ നേരത്തെ ഉൾപ്പെടുത്തി നമ്മൾ പറഞ്ഞിരുന്നു. ശ്രേയസ് ആണ് അവിടെ ഉള്ളത്. ഏതാണ്ട് കുറച്ച് വിശ്രമം കൂടുന്നുണ്ടോ? ഏതാണ്ട് ഈ ടീം തന്നെ അയർലൻഡിലേക്ക് പോകുന്ന ഒരു ടീം തന്നെയാണ്. അഭിഷേക്, സഞ്ജു, ഇഷാൻ, ദുബെ, വർമ്മ, നിതീഷ് റാണ, അക്സർ, വാഷിംഗ്ടൺ, വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയ് ഉണ്ട്, ഹർഷിദ് റാണ, ഹർഷദീപ്, സൂര്യവംശി ആൻഡ് ബുംറ. ഏതാണ്ട് ഈ പരമ്പരയ്ക്കുള്ള ടീം തന്നെയാണ് ഏഷ്യൻ സ്കോഡിലേക്കും ഉള്ളത്. അപ്പോൾ പ്രതീക്ഷ അർപ്പിക്കാം എന്നത്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞ ഒരു കാര്യം ഒരു പ്രസക്തമാണ്. ജയേഷ് എന്തായാലും MSK പറഞ്ഞത്, അതായത് സൂര്യകുമാർ യാദവിനെ ഇങ്ങനെ എടുത്ത് കളയണമോ എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. അത് പക്ഷേ അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന് കൃത്യമായ നിർദ്ദേശം അവിടെ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം, ഇനിയുള്ള 2 വർഷക്കാലത്തേക്ക് പുതിയൊരു ടീമിനെ അവതരിപ്പിക്കാൻ പോവുകയാണ്, അടുത്ത ലോകകപ്പാണ് ലക്ഷ്യമെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ആ അർത്ഥത്തിൽ നോക്കുകയാണ്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. പക്ഷേ സൂര്യകുമാർ യാദവ് ഇപ്പോൾ ക്യാപ്റ്റൻസി പോയി ഈ ടീമിലില്ല എന്നുള്ളത്. പക്ഷേ ഇതിനിടയ്ക്ക് ഈ വരുന്ന 2 വർഷങ്ങൾക്കിടയിൽ ഇനിയും നിരവധി പരമ്പരകൾ ഇന്ത്യ കളിക്കാനുണ്ട്. അദ്ദേഹത്തിന് ഇവരിൽ ആരെങ്കിലും മോശമായാൽ തിരിച്ചു വരാവുന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി, അതായത് വൈഭവ് സൂര്യവംശി എന്ന 15-കാരൻ ഏത് മത്സരത്തിൽ എപ്പോൾ ഇന്ത്യൻ ദേശീയ സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിക്കുന്നു എന്നുള്ളതാണ് ആ ചരിത്ര മുഹൂർത്തത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റു വിഷയമായി നാളെ കാണാം. നമസ്കാരം.